നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തുർക്ക്മെനിസ്ഥാനിലുള്ള കാരക്കും മരുഭൂമിയിലുള്ള ഒരു ഒരു അത്ഭുത പ്രതിഭാസത്തെ പറ്റിയാണ്. നരകത്തിലേക്കുള്ള കവാടം, ഡോർ ടു ഹെൽ. അതെ അതെ, പതിറ്റാണ്ടുകളായിട്ട് അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീമൻ ഗർത്തം. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങള്, കുറച്ച് ലേഖനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ശരിയാണ്. അപ്പോ 1971 തുടങ്ങിയ ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇത് ഇത്ര ശ്രദ്ധേയമാകുന്നത്, അതൊന്ന് വിശദമായി നോക്കാം അല്ലേ? തീർച്ചയായും. മരുഭൂമിയുടെ നടുക്ക് 50 വർഷത്തിലേറെയായിട്ട് ഇങ്ങനെ ആളിക്കത്തുന്ന ഒരു തീക്കുണ്ടം. എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ കഥ? ശരി, നമുക്ക് തുടങ്ങാം. ഇതിന്റെ തുടക്കം 1971 അല്ലെ, സോവിയറ്റ് യൂണിയന്റെ കാലത്ത്. അതെ, അന്ന് ശാസ്ത്രജ്ഞർ പ്രകൃതിവാതകം തേടി അവിടെ ഡ്രില്ല് ചെയ്യുകയായിരുന്നു, കാരക്കും മരുഭൂമിയില്. അതെ. അപ്പോ അപ്രതീക്ഷിതമായിട്ട് അവര് ഭൂമിക്കടിയിലുള്ള ഒരു വലിയ മീഥേൻ അറയിലേക്ക് തുളയിട്ടു. ഓഹോ. അതോടെ ആ ഡ്രില്ലിംഗ് റിഗും സാധനങ്ങളും എല്ലാം നിന്ന സ്ഥലം അത് താഴേക്ക് ഇടിഞ്ഞുപോയി. അയ്യോ. എന്നിട്ടോ? അങ്ങനെയാണ് ഈ വലിയ ഗർത്തമുണ്ടാകുന്നത്. ഏകദേശം ഒരു 70 മീറ്റർ വ്യാസമുണ്ടാവും. 70 മീറ്റർ ആഴോ? ആഴം ഏതാണ്ട് ഒരു 20 മീറ്റർ. അപ്പോ വലിയൊരു കുഴി തന്നെ. അതെ. അപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാല് ആ ഗർത്തത്തിൽ നിന്ന് മീഥേൻ വാതകം വലിയ അളവിൽ പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് വിഷവാതകമല്ലേ? അതെ, അതൊരു വലിയ പാരിസ്ഥിതിക പ്രശ്നമാകുമായിരുന്നു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കും മറ്റും ഇത് പടർന്നാൽ. അപ്പോ അവരെന്ത് ചെയ്തു? ശാസ്ത്രജ്ഞർ ഒരു എളുപ്പവഴി കണ്ടു. അതിന് തീയിടുക. തീയിടുകയോ? അവരുടെ കണക്കുകൂട്ടൽ കുറച്ചു ദിവസം കൊണ്ട് ആ മീഥേൻ കത്തിത്തീരുമെന്നായിരുന്നു. അപ്പൊ തീ അണയും, പ്രശ്നം തീരും. അതായിരുന്നു ചിന്ത. ഒരു താൽക്കാലിക പരിഹാരം പോലെ. ശരിക്കും. പക്ഷേ കണക്കുകൂട്ടൽ തെറ്റി. മുഴുവനായും തെറ്റി. ദിവസങ്ങളോ ആഴ്ചകളോ അല്ല, ഇപ്പോഴിതാ 50 വർഷം കഴിഞ്ഞു. ആ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. അവിശ്വസനീയം. ഭൂമിക്കടിയിലെ ആ വാതക ശേഖരം അത്ര വലുതായിരുന്നു, ആർക്കും അതറിയില്ലായിരുന്നു. അതായത് ഒരു പ്രശ്നം ഒഴിവാക്കാൻ ചെയ്ത കാര്യം വേറൊരു വലിയ പ്രതിഭാസമായി മാറി. അതെ, നിയന്ത്രണാതീതമായ ഒന്ന്. ഈ കാഴ്ച ഒന്ന് ഓർത്തു നോക്കൂ. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയില് രാത്രിയാകുമ്പോൾ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് വരെ കാണാം ആ ഓറഞ്ച് തീജ്വാലകൾ. പിന്നെ ആ ശബ്ദവും ഒരു ജെറ്റ് എഞ്ചിന്റെ ഇരമ്പൽ പോലെയാണെന്ന് പറയുന്നു. ശരിയാണ്. അതുകൊണ്ടാണ് അതിന് നരകത്തിലേക്കുള്ള കവാടം എന്ന പേര് വന്നതും. ശരിക്കും പറഞ്ഞാലേ മനുഷ്യനുണ്ടാക്കിയ ഒരു അപകടം അത് പിന്നീട് പ്രകൃതിയുടെ ഒരു അത്ഭുതം പോലെയായി, അല്ലേ? അതെ, തുർക്ക്മെനിസ്ഥാനിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണം പോലുമായി ഇത് മാറി. അതൊരു വിരോധാഭാസം തന്നെ. ലോകത്തിൽ അത്രയൊന്നും ആളുകൾ എത്താത്തൊരിടത്താണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ എത്ര ചെറുതാണെന്നുള്ളതാണ്. ഒരു ചെറിയ ഇടപെടൽ എങ്ങനെ പതിറ്റാണ്ടുകൾ നീളുന്ന ഒന്നായി മാറിയെന്ന് നോക്കൂ. ശരിയാണ്. ഇപ്പോഴും ആർക്കും കൃത്യമായിട്ട് അറിയില്ല ഇതിൽ ഇനി എത്ര വാതകം ബാക്കിയുണ്ടെന്ന്, അല്ലെങ്കിൽ ഇത് എപ്പോ അണയുമെന്ന്. അതെ, എപ്പോ വേണമെങ്കിലും അണയാം, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാലം കത്തിയെന്നും വരാം. തുർക്ക്മെനിസ്ഥാൻ ഗവൺമെന്റ് ഇത് അണയ്ക്കാൻ നോക്കിയിരുന്നോ? പലതവണ ആലോചിച്ചിട്ടുണ്ട്. കാരണം പരിസ്ഥിതി മലിനീകരണമുണ്ട്, പിന്നെ വിലപ്പെട്ട വാതകം വെറുതെ കത്തി നശിക്കുകയല്ലേ, സാമ്പത്തിക നഷ്ടം. അതെ. പക്ഷെ ഇത് അണയ്ക്കുക എന്നത് സാങ്കേതികമായി വലിയ വെല്ലുവിളിയാണ്. ആ ചൂടും സാഹചര്യവും. അപ്പൊ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ കൂടുതൽ രസകരമായ കാര്യങ്ങൾ വേറെയും ഉണ്ടല്ലോ. ബഹിരാകാശത്ത് നിന്ന് പോലും ഇത് കാണാമെന്ന് കേട്ടിട്ടുണ്ട്. രാത്രിയിൽ ഒരു തിളക്കമായിട്ട് കാണാൻ പറ്റും. നാഷണൽ ജിയോഗ്രാഫിക്, BBC പോലുള്ളവരൊക്കെ ഇതിനെപ്പറ്റി ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പര്യവേക്ഷകൻ ജോർജ് കുറോണീസ്, അദ്ദേഹം പ്രത്യേകതരം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ ഗർത്തത്തിനുള്ളിൽ ഇറങ്ങിയത് വലിയ വാർത്തയായിരുന്നു. എന്തിനായിരുന്നു അത്? സാമ്പിളുകൾ ശേഖരിക്കാൻ, അവിടത്തെ സൂക്ഷ്മജീവികളെ കുറിച്ചോ മറ്റോ പഠിക്കാൻ. അപ്പോ ഒരു അപകട സ്ഥലം ഇപ്പോ ശാസ്ത്രീയ പഠനങ്ങൾക്ക് വരെ വേദിയാകുന്നു. അതുതന്നെ. ഇതിനെ ഒരു വലിയ തലത്തിൽ ചിന്തിച്ചാൽ ഭൂമിയിലെ അത്തരം തീവ്രമായ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇതൊരു ലാബ് പോലെയാണ്. ശരിയാണ്. ഒരുപക്ഷേ മറ്റ് ഗ്രഹങ്ങളിലെ അവസ്ഥകൾ, അങ്ങനെയുള്ളിടത്ത് ജീവന് സാധ്യതയുണ്ടോ എന്നൊക്കെ പഠിക്കാൻ ഇത് സഹായിച്ചേക്കാം. അതായത് ഒരു ആകസ്മിക ദുരന്തം പുതിയ അറിവുകളിലേക്ക് വഴി തുറക്കുന്നു. അതെ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ നരകത്തിലേക്കുള്ള കവാടം എന്നത് മനുഷ്യന്റെ ഒരു പിഴവും പ്രകൃതിയുടെ ഒരു പ്രവചനാതീതമായ ശക്തിയും ചേർന്നൊരുക്കിയ ഒന്നാണ്. ശരിക്കും ഒരേ സമയം പേടിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന ഒന്ന്. ഒരു കണക്കുകൂട്ടൽ പിഴവ് എങ്ങനെയൊരു കെടാത്ത കൗതുകമായി മാറിയെന്നതിന്റെ കഥ. നമ്മുടെ കാലിനടിയിൽ എന്തൊക്കെ ശക്തികളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് വളരെ കുറച്ചേ അറിയൂ എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. തീർച്ചയായും. ഭൂമിയുടെ ഉള്ളറകളിലെ ഊർജം, അതിന്റെ സങ്കീർണത, നമുക്കിപ്പോഴും അതൊരു പ്രഹേളികയാണ്. ശരിയാണ്. ഇനിയിപ്പോ കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി പറയാം. എന്താണത്? ഒരു ഭാഗത്ത് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടം ഒക്കെയുണ്ട്.
മറുഭാഗത്ത് ഇതിന്റെ ഒരു ശാസ്ത്രീയ മൂല്യം, പിന്നെ ഇതൊരു ടൂറിസ്റ്റ് ആകർഷണം എന്ന നില. അപ്പോ ഈ ഒരു ആകസ്മികമായി ഉണ്ടായ അത്ഭുതം ഇത് അണയ്ക്കണോ അതോ ഇനിയും കത്താൻ അനുവദിക്കണോ? അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം? അതൊരു വലിയ ചോദ്യമാണ്.